മങ്കട മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടുകയാണ് നിലവിലെ MLA ആയ മഞ്ഞളാംകുഴി അലി. മുസ്ലിം മുൻ മണ്ഡലം പ്രസിഡന്റ് വിമതനായി മത്സരരംഗത്തുണ്ടെങ്കിലും മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ട നിലനിർത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് മഞ്ഞളാംകുഴി അലി. മങ്കട നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മഞ്ഞളാംകുഴി അലി ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുത്തു കഴിഞ്ഞു. എങ്ങനെയൊക്കെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞങ്ങൾ കൺവെൻഷൻ ഇന്നലെ കഴിഞ്ഞു. ഇന്നാണ് നോമിനേഷൻ പേപ്പേഴ്സ് ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഓരോരോ പഞ്ചായത്ത് തല കൺവെൻഷനുകളുണ്ട്. പഞ്ചായത്ത് തല കൺവെൻഷന് ശേഷം നമ്മുടെ കുടുംബയോഗങ്ങൾ നമ്മൾ ആരംഭിക്കുന്നു. ഞങ്ങളെ ജനപ്രതിനിധികൾ 147ഓളം ജനപ്രതിനിധികളാണ് നമുക്ക് ആകെ ഉള്ളത്. അതിൽ 121 UDFന്റെ ജനപ്രതിനിധികൾ. അപ്പോൾ അവരെ വിളിച്ചിട്ട് സംസാരമുണ്ട്. ഞങ്ങളെ പാർട്ടി ലീഡേഴ്സിനെ വിളിച്ചിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. അങ്ങനെ വളരെ ശാസ്ത്രീയമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് വോട്ടർമാരോട് കഴിഞ്ഞ വർഷം അവിടെ പ്രതികരിക്കുന്നു, നിരന്തരം ആ മണ്ഡലത്തിലുള്ള ആളാണ്, എന്താണ് വോട്ടർമാരോട് പുതുതായി മുന്നോട്ട് വെക്കാനുള്ള കാര്യം? പുതുതായിട്ട് മുന്നോട്ട് വെക്കേണ്ട കാര്യം, നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ള കുറേയധികം വികസന പ്രവർത്തനങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷം നമ്മളെ കേരളത്തെ ഭരിച്ച LDF സർക്കാർ കേരളത്തിൽ 20 വർഷം പിന്നിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ഒന്നുമില്ലാതായിപ്പോയി. നമ്മുടെ എല്ലാ സിസ്റ്റം തകർന്നു, തരിപ്പണമായി. അപ്പൊ ഈ സർക്കാരിനെ മാറ്റണമെന്ന് LDFന്റെ പ്രവർത്തകർക്ക് തന്നെ ആഗ്രഹമുണ്ട്. നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ടല്ലോ, അവർ പാർട്ടി ഇല്ലാതായി. അപ്പൊ ആ പാർട്ടിയെ നിലനിർത്തണം. അതുകൊണ്ട് ഇപ്രാവശ്യം ഈ ഗവൺമെന്റ് ഒഴിവാക്കണം എന്നുള്ള നിലയിലാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത്. നല്ല കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇപ്രാവശ്യം UDFന് വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ പ്രതീക്ഷ. അപ്പൊ ഞങ്ങൾക്കത് വളരെ വലിയ പ്രതീക്ഷ. ഞങ്ങൾ അവരുടെ മുമ്പിൽ, ജനങ്ങളെ മുമ്പിൽ വെക്കുന്നത് വികസനം തന്നെയാണ്. അവർക്കതാണല്ലോ ആവശ്യം. കുറേയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ഇനി അത് തുടർന്ന് പോകും. LDF ആരോപിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ബന്ധങ്ങൾ, അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയപരമായിട്ട് അവർ ഉന്നയിക്കുന്നത്. ഇത് മണ്ഡലത്തിൽ എങ്ങനെയാണ് നമുക്ക് നേടാൻ? നമ്മുടെ ഞങ്ങളെ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത്, കൂട്ടരങ്ങാടി പഞ്ചായത്ത് ഭരിച്ചിരുന്ന LDF, CPM ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പോഴും ഒരു ഇതില്ലാത്ത ഇപ്പോഴെങ്ങനെ ഒരു പെട്ടെന്നൊരു ഐത്ത് അവർക്ക് വന്നത്? അപ്പൊ അത് ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞങ്ങോട്ട് ഉണ്ടാക്കി ഒരാൾ പറഞ്ഞു, പിന്നെ 4 ആൾ പറഞ്ഞു, 10 ആൾ പറഞ്ഞു, അത് വലിയ സംഭവമാക്കി മാറ്റുകയാണ്. അത് CPMന്റെ സ്റ്റൈലാണ്. എന്തില്ലാത്തൊരു കാര്യമാണ് പറയും, അതൊരാൾ പറയും, 4 ആൾ പറയും, പിന്നെ 10 ആൾ പറയും. അതങ്ങനെയാണ്. അവർക്ക് പലപ്പോഴും മുൻകാലങ്ങളൊക്കെ വിജയിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ എല്ലാത്തിനും ഓൺലൈനാണ് കംപ്ലീറ്റ് ആയിട്ട്. AI വന്നു, അങ്ങനെയുള്ള വല്ല ഡെവലപ്മെന്റ് വന്നപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിലവർ വീണുപോയി. അവർക്കത് ചെയ്യാൻ കഴിയുന്നില്ല. കള്ളത്തരം അങ്ങനെ വല്ലാതെ രീതിയിൽ പ്രചരിപ്പിക്കാൻ കഴിയുന്നില്ല. ഒപ്പം ഉണ്ടായിരുന്ന മണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ ഒരു വിമതനായിട്ട് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സാധ്യതയെ ബാധിക്കുന്നു? ഞാൻ മുൻ മണ്ഡലം പ്രസിഡന്റിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിൽ മത്സരിക്കട്ടെ. പക്ഷെ ഞങ്ങളെ ഒരു തരത്തിലും അത് ബാധിക്കില്ല. കാരണം UDFന്റെ പ്രവർത്തകരെല്ലാവരും ഇതേപോലെ ഞങ്ങളിൽ നിന്നൊരാൾ പോയി ഞങ്ങൾക്കെതിരെ മത്സരിക്കുന്നു പറയുമ്പോൾ ഇവരെല്ലാം ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പം വർക്ക് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഭൂരിപക്ഷം ഭയങ്കരമായിട്ട് കൂടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇത്തവണയും. നോ ഡൗട്ട്. ജനങ്ങളെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. താങ്ക് യു വെരി മച്ച്. തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മഞ്ഞളാംകുഴി അലി വീണ്ടും മങ്കട മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. ക്യാമറാമാൻ അമർജിത്തിനോടൊപ്പം ടി. അരവിന്ദൻ, അമൃത ന്യൂസ്.